12 ചോദ്യങ്ങളാണ് രോഗങ്ങളും രോഗകാരികളും എന്ന ഒരൊറ്റ ടോപ്പിക്കിൽ നിന്ന് ഈ കഴിഞ്ഞ നവംബർ 30 നടന്ന LGS 3rd സ്റ്റേജ് എക്സാമിന് ചോദിച്ചത്. 10ാം ക്ലാസ്സിലെ രോഗങ്ങളും രോഗകാരികളും എന്ന 4ാമത്തെ അധ്യായം, 5ാം ക്ലാസ്സിലെ പരിഷ്കരിച്ച പാഠ്യപദ്ധതി പ്രകാരമുള്ള പുതിയ പാഠപുസ്തകത്തിലെ 2ാമത്തെ അധ്യായം വ്യാധികൾ പകരാതിരിക്കാൻ. ഈ ടെക്സ്റ്റ് ചാപ്റ്റേഴ്സും അത് കൂടാതെ കുറച്ച് കറണ്ട് അഫയേഴ്സും നമ്മളൊന്ന് പഠിച്ചു വെച്ചാൽ ഈ 12 മാർക്കും നമ്മുടെ കീശയിലാകും. ഇന്ന് നമുക്ക് ആ 12 ചോദ്യങ്ങളിലൂടെ അതിൻ്റെ അനുബന്ധമായ SCERT പാഠഭാഗങ്ങളിലൂടെ അതുപോലെ തന്നെ മുൻകാല ചോദ്യങ്ങളിലൂടെയും കടന്നു പോകാം. ഹായ് ഫ്രണ്ട്സ്, വിൻഡോജുവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഘുനന്ദനൻ MP. ഒരു കാര്യം കൂടി, കേരള PSC 2025 നടത്തുന്ന എല്ലാ എക്സാമുകൾക്കുമായി ഓരോരോ ടോപ്പിക് വെച്ചുകൊണ്ട് നമുക്ക് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് സൗജന്യമായിട്ട്. അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള വിഷയം തരും. ആ പഠിക്കാനുള്ള വിഷയത്തിനെ അടിസ്ഥാനമാക്കി എന്നും എക്സാമുകൾ ഉണ്ടായിരിക്കും. അതുകൂടാതെ 5-6 ദിവസത്തിനുള്ളിൽ ഒരു ടോപ്പിക്ക് തീരുമ്പോൾ അതിൽ നിന്നുള്ള എല്ലാ മുൻകാല PSC ചോദ്യങ്ങളും എടുത്തിട്ടുള്ള ഒരു ലൈവ് ക്ലാസ്സും ഉണ്ടായിരിക്കും. അത് ലഭിക്കുന്നതിന്, ജോയിൻ ചെയ്യുന്നതിന് താഴെ വാട്സപ്പിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. ചേരുക. നാളെ മുതൽ ഞങ്ങൾ ആരംഭിക്കാൻ പോകുന്നത് രോഗങ്ങളും രോഗകാരികളും എന്നുള്ളതിലെ മുഴുവൻ ഭാഗങ്ങളുമാണ്. ഓരോ ആഴ്ച അല്ലെങ്കിൽ 5 to 7 ദിവസം ഒരു ടോപ്പിക്കായിരിക്കും. കൂടാതെ ഈ നടക്കാൻ പോകുന്ന 10th പ്രിലിംസ്, അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന LGS പോലെയുള്ള പരീക്ഷകൾക്കുള്ള ക്രാഷ് കോഴ്സുകളും അതിനാവശ്യമായ വീഡിയോ ക്ലാസ്സുകളും അവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. താഴെ പറയുന്നവയിൽ ഏത് മാർഗേണയാണ് ഹെപ്പറ്റൈറ്റിസ് A പകരുന്നത് എന്നാണ് ആദ്യത്തെ ചോദ്യം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസുമായി ബന്ധപ്പെട്ട് പാഠപുസ്തകത്തിൽ എന്തുണ്ട്? ചില ഭാഗങ്ങളുണ്ട്. പക്ഷേ അവിടെ പഠിച്ചാൽ തന്നെ ഇത് കിട്ടും. പക്ഷെ കുറച്ചും കൂടി ഡീറ്റെയിലേക്ക് നമുക്ക് പോകണം. മലിനമായ ഭക്ഷണപാനീയങ്ങളിൽ കൂടെ എന്നാണ് ശരിയായ ഉത്തരം. എന്താണ് ശരിയായ ഉത്തരം? ഹെപ്പറ്റൈറ്റിസ് A പകരുന്നതാണ് കേട്ടോ. ഹെപ്പറ്റൈറ്റിസ് A പകരുന്നത് മലിനമായ ഭക്ഷണപാനീയങ്ങളിൽ കൂടെയാണ്. എന്താണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ രക്തത്തിലെ ബിൽറൂബിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നതാണ് മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസിന് കാരണമാകും. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്നത് കരളിനെയാണ്. കരൾ വീക്കം, അമിത മദ്യപാനം, പിത്തക്കുഴലിലെ കല്ല്, കരളിലെയും പാൻക്രിയാസിലെയും അർബുദം എന്നിവയും മഞ്ഞപ്പിത്തത്തിന് കാരണമാകാം. അപ്പം മഞ്ഞപ്പിത്തത്തിന് കാരണമാകുന്നതെന്ന് ഓർത്തു വെച്ചോളൂ. കരൾ വീക്കമുണ്ട്, അമിത മദ്യപാനമുണ്ട്, പിത്തക്കുഴലിലെ കല്ലുണ്ട്, കരളിലെയും പാൻക്രിയാസിലെയും അർബുദമുണ്ട്. ഓക്കെ. എന്നാൽ സാധാരണ കാണുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസിന് യഥാസമയം ചികിത്സ തേടുന്നതോടെ രോഗം മൂർച്ഛിക്കാതെ ഭേദമാക്കാം. 1 വർഷം ലോകത്താകമാനം 9 ലക്ഷത്തോളം പേരാണ് ഈ രോഗം കാരണം മരിക്കുന്നത് എന്നാണ് കണക്ക്. ഹെപ്പറ്റൈറ്റിസിന് കാരണമാകുന്ന വൈറസുകൾ ഏതൊക്കെയാ? A തൊട്ട് E വരെ ഉണ്ട്. ABCDE. അതിൽ ഹെപ്പറ്റൈറ്റിസ് A ആണ് നമ്മളോട് ചോദിച്ചത്. അതിൽ ഹെപ്പറ്റൈറ്റിസ് A, E എന്നീ വൈറസുകൾ, Aയും Eയും ഓർത്തു വയ്ക്കുക. ഹെപ്പറ്റൈറ്റിസ് A, E എന്നീ വൈറസുകൾ മലിനമായ ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നുമാണ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ അത് ഹെപ്പറ്റൈറ്റിസ് Aയും Eയും മലിനമായ ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നുമാണ്. രോഗിയുടെ മലവിസർജ്യത്തിൽ ഈ വൈറസുകളുടെ സാന്നിധ്യം ഉണ്ടാകും. ഓർത്തിരിക്കുക. ഹെപ്പറ്റൈറ്റിസ് BCD എന്ന് പറയുന്ന 3 അത് രക്തത്തിലൂടെയാണ് പകരുന്നത്. മനസ്സിലായില്ലേ? ഹെപ്പറ്റൈറ്റിസ് Aയും Eയും ഏതിലൂടെയാണ്? ഭക്ഷണത്തിലൂടെയോ മലിനമായ ഭക്ഷണത്തിലൂടെ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ പകരും. രോഗിയുടെ മലവിസർജ്യത്തിൽ ഈ വൈറസുകളുടെ സാന്നിധ്യം ഉണ്ടാകും. പക്ഷെ BCDയോ അത് പകരുന്നത് രക്തക്കുഴലിലൂടെയാണ്. ഈ വൈറസുകൾ കുട്ടികളിൽ ഗുരുതരമായ ലിവർ സിറോസിസിനും ക്യാൻസറിനും കാരണമാകും. ഗർഭിണികളായ അമ്മമാർ രോഗികളാണെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളിലേക്കും ഈ രോഗം പടരും. പ്രസവ സമയത്ത് വൈറസ് സാന്നിധ്യമുള്ള അമ്മയുടെ രക്തമോ ശരീരസ്രവങ്ങളോ ശ്രമിച്ചാലും കുഞ്ഞിന് രോഗമുണ്ടാകും. ടാറ്റു കുത്തൽ, സൂചി കൊണ്ടുള്ള മുറിവുകൾ, അണുബാധയുള്ള രക്തം സ്വീകരിക്കൽ എന്നിവയെല്ലാം ഹെപ്പറ്റൈറ്റിസിന് പകരും. ഹെപ്പറ്റൈറ്റിസ് വൈറസ് ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ വർഷങ്ങളോളം ലക്ഷണമൊന്നും ഉണ്ടാവില്ല. അവസാനം ഗുരുതരാവസ്ഥയിലായിരിക്കുമ്പോഴാണ് ഇത് ഹെപ്പറ്റൈറ്റിസ് ആണെന്ന് തിരിച്ചറിയുക. അപ്പോൾ Aയും Eയും എന്തിലൂടെയാണ്? ഭക്ഷണത്തിലൂടെയും മലിനമായ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയുമാണ് പകരുക. Bയും Cയും Dയും രക്തത്തിലൂടെയാണ് പകരുക. ക്ലിയർ ആയോ? യെസ്. അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായം, അതിലെ ചില ഭാഗങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. വൈറസ്
വൈറസിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതിൻ്റെ ഘടന പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA RNA. ഇതിനൊന്നും ന്യൂക്ലിയസ് ഇല്ല. നമുക്ക് കോശങ്ങളെ പഠിക്കുമ്പോൾ നമുക്ക് വിശദമായി പഠിക്കാം. അപ്പം ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഒരു പ്രോട്ടീൻ ആവരണം ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ DNA RNA, കോശാംഗങ്ങൾ ഉണ്ടാവില്ല. ഇതാണ് വൈറസ്. വൈറസ് എങ്ങനെയാ? ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗപ്പെടുത്തി പെരുകുന്നു. സ്വയം പെരുകാൻ പറ്റില്ല. അതുകൊണ്ട് ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം ഉൾപ്പെടുത്തിയിട്ടാണ്, കോശങ്ങളിലേക്ക് പെനട്രേറ്റ് ചെയ്ത് കയറിയിട്ടാണ്, അത് അവിടെ ആവാസമാക്കിയിട്ടാണ് നമ്മളെ നശിപ്പിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെയാണ് അവ പെരുകുന്നത്. അങ്ങനെ വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളുണ്ട്. ആ വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് നിപ്പ. അല്ലേ? കോഴിക്കോട് ആണ് കേട്ടോ ഇപ്പം അടുത്ത് നിപ്പ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോടാണ് മരണം നടന്നത്, ഓർത്തു വെക്കണം. രോഗകാരി നിപ്പ വൈറസ് ആണ്. ഏതിലൂടെയാണ് പകരുന്നത്? പഴം ഭക്ഷിക്കുന്ന വവ്വാലിൻ്റെ ഉമിനീർ, മൂത്രം വഴിയോ അവ ഭക്ഷിച്ച പന്നിയിലൂടെയൊക്കെ ഈ രോഗം പകരാം. മറ്റൊന്നാണ് എയ്ഡ്സ്. എയ്ഡ്സിൻ്റെ ഫുൾ ഫോം നിങ്ങൾക്കറിയാം, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഓർത്തിരിക്കണം. രോഗകാരി ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. ശരീരദ്രവങ്ങളിലൂടെ സൂചിയും സിറിഞ്ചും പങ്കുവെക്കുന്നതിലൂടെ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങളിലൂടെ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക്. ആരെയാണ് ബാധിക്കുക? ലിംഫോസൈറ്റുകളെയാണ് ബാധിക്കുക. ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകുമ്പോൾ ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. ലിംഫോസൈറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ പരിപാടി? ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞാൽ ശ്വേതരക്താണുവാണ്. ഓർത്തിരിക്കണം കേട്ടോ. ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വേതരക്താണുവാണ്. ശ്വേതരക്താണുവാണ്. നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരാളാണ്. നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൽ ആരേനെയൊക്കെ തിരിച്ചറിയുന്നു, അത് രോഗാണുക്കളെയും മറ്റ് രോഗാണുക്കളെ തിരിച്ചറിയുന്നത് മൂപ്പരാണ്. അതുപോലെ തന്നെ മറ്റ് ബാഹ്യ വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ തിരിച്ചറിയുന്നത് മൂപ്പരാണ്. അപ്പം മൂപ്പരെയാണ് എന്ത് ചെയ്യുന്നത്? രോഗാണുവിനെ തിരിച്ചറിയുന്ന, മറ്റ് ബാഹ്യ വസ്തുക്കളെ തിരിച്ചറിയുന്ന അതിൻ്റെ ജനിതക സംവിധാനം ഉപയോഗിച്ചിട്ടാണ്, ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ആര് വളരുന്നത്? നമ്മുടെ എയ്ഡ്സ് വളരുന്നത്. രോഗപ്രതിരോധ ശേഷി ഇല്ലാതാകുന്നതോടുകൂടി ഈ അവസ്ഥയിൽ ഏത് രോഗവും പിടിപെടാം. സ്പർശനം, ചുംബനം, ഉമിനീര്, ആഹാരം, ചുമ, തുമ്മൽ, പ്രാണികൾ മുതലായവയിലൂടെ എന്ത് പടരുകയില്ല? എയ്ഡ്സ് പകരുകയില്ല കേട്ടോ. എയ്ഡ്സ് പകരെങ്ങനെയാ? സൂചിയും സിറിഞ്ചും പങ്കുവെക്കുന്നതിലൂടെ, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക്. ഇങ്ങനെയാണ് എയ്ഡ്സ് പകരുകയുള്ളൂ. മറ്റൊന്നാണ് ഹെപ്പറ്റൈറ്റിസ്. ഇപ്പം നേരത്തെ പറഞ്ഞത് വൈറസ് ഉണ്ടാക്കുന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് വൈറസ് തന്നെയാണ്. മലിനജലം, ആഹാരം, രക്തം, അതായത് എയും ഇയും മലിനജലത്തിലൂടെയും ആഹാരത്തിലൂടെയും പകരും. രക്തത്തിലൂടെ പകരുന്നതാണ് BCD എന്നിവ. മലിനജലം, ആഹാരം, വിസർജ്യ വസ്തുക്കൾ എന്നിവയിലൂടെ പകരും എയും ഇയും. അതേസമയം രക്തത്തിലൂടെ പകരുന്നവയാണ് ബിയും സിയും ഡിയും. കരൾ വീക്കം, പിത്തരസത്തിലെ ബലിറൂബിൻ രക്തത്തിൽ കരളുന്നതാണ് കാരണം. ഇപ്പം കരളിനെ ബാധിക്കുന്ന രോഗം കൂടിയാണ് ഏത്? ഹെപ്പറ്റൈറ്റിസ്. എയ്ഡ്സ് നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയെ ബാധിക്കുന്ന, ലിംഫോസൈറ്റുകളെ ബാധിക്കുന്ന രോഗമാണ് എന്നും കൂടി മനസ്സിലാക്കുക. ബാക്ടീരിയ മൂലം രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ പാടത്ത് പറയുന്നതാ. ആ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്നത്, ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ പറഞ്ഞ വൈറസ്, അത് നമ്മുടെ കോശങ്ങളിലേക്ക് പ്രവേശിച്ചിട്ടാണ് എന്ത് പെറ്റുപെരുകുന്നത്, അല്ലെ വളരുന്നത്. എന്നാൽ ബാക്ടീരിയയ്ക്ക് വ്യക്തമായൊരു ന്യൂക്ലിയസ് ഇല്ല. ഏകകോശ ജീവിയാണ്, പ്രൊകാരിയോട്ടാണ്. അതിൽ തന്നെ പ്രവർത്തനം ദ്വിവിഭജനത്തിലൂടെ പെരുകുമ്പോൾ 1-2 ഉണ്ടാകുന്ന വിഷവസ്തുക്കൾ കോശങ്ങൾക്ക് നാശവും രോഗബാധയും ഉണ്ടാക്കും. സ്വയം പെരുകും ദ്വിവിഭജനത്തിലൂടെ. അങ്ങനെ ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് എലിപ്പനി. എലിപ്പനിയുടെ രോഗകാരി ഓർത്തു വയ്ക്കുക, ലെപ്റ്റോസ്പൈറ ആണ്. എന്താ എലിപ്പനിയുടെ രോഗകാരി? ലെപ്റ്റോസ്പൈറ. പകർച്ച എലിമൂത്രം കലർന്ന ജലത്തിൽ നിന്നോ ഈർപ്പത്തിൽ നിന്നോ. ശക്തമായ പനി ഉണ്ടാവും, തലവേദന ഉണ്ടാവും, പേശീവേദന ഉണ്ടാവും, കണ്ണിന് ചുവപ്പ് നിറമുണ്ടാവും, ആന്തര രക്തസ്രാവം ഉണ്ടാവും. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ ലക്ഷണങ്ങൾ മുഴുവൻ പറഞ്ഞത്. ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന മറ്റൊരു രോഗമാണ് ഡിഫ്തീരിയ. ആരാ ഡിഫ്തീരിയ ഉണ്ടാക്കുന്ന രോഗകാരി? കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയെ. ആ ഡിഫ്തീരിയ ഒന്നും തരില്ല കേട്ടോ. ആ ഡിഫ്തീരിയ എന്നുള്ളതിന് ഡിഫ്തീരിയ ഉണ്ട്, ഇത് ഇപ്പം കാണാം PSC ചോദ്യം. കോറിനം ബാക്ടീരിയം എന്നേ ചിലപ്പോൾ തരുള്ളൂ. അതുകൊണ്ട് കോറിനെ എന്തുമായിട്ട് ബന്ധപ്പെടുത്തി വെക്കുക? ഡിഫ്തീരിയനായിട്ട് ബന്ധപ്പെടുത്തി വെക്കുക. അപ്പോൾ കോറി എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ ഡിഫ്തീരിയോ
തീരത്ത് ഒരു കോറി എന്ന് ഓർത്തു വെക്കാം. എങ്ങനെയുള്ള തീരത്ത്? DF തീരം, അവിടെ ഒരു കോറി. DFന് ഒരു ഫുൾ ഫോം ഉണ്ടാക്കിക്കോളൂ. ഡിയർ ഫ്രണ്ട്, അവന്റെ വീടിന്റെ അടുത്തായിട്ടൊരു തീരമുണ്ട്. ആ തീരത്ത് ഒരു കോറിയുണ്ട്. ആ കോറിയിൽ എന്തുണ്ട്? അവിടെ നമ്മൾ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് പോയി ഒന്ന് ടൂർ അടിച്ചപ്പോഴാണ് സുഹൃത്തിനൊരാൾക്ക് ഡിഫ്തീരിയ വന്നത്. ചുമ, തുമ്മൽ എന്നിവയിലൂടെ നേരിട്ട് പനി, തൊണ്ടവേദന, കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളിൽ വീക്കം, തൊണ്ടയിൽ കട്ടിയേറിയ ചാരനിറമുള്ള ഒരു ആവരണം രൂപപ്പെടുന്നു. മറ്റൊന്നാണ് ബാക്ടീരിയ മൂലം പകരുന്നത്, ക്ഷയം, ബാക്ടീരിയ കൊണ്ടുണ്ടാവുന്നത്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. ഓർത്തു വയ്ക്കുക, മൈക്കോബാക്ടീരിയം ആണ് ക്ഷയത്തിന്. വായുവിലൂടെ പ്രധാനമായും ശ്വാസകോശങ്ങളെയാണ് ബാധിക്കുക. ക്ഷയം ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ഡിഫ്തീരിയ ബാധിക്കുന്നത് തൊണ്ടയെയാണ്. മനസ്സിലായില്ലേ? തൊണ്ടയിലെ തന്നെ ലിംഫ് ഗ്രന്ഥികളെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, എലിപ്പനി ബാധിക്കുന്നത് ഇതിനെക്കുറിച്ചാണെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾക്കൂടെ ആലോചിക്കേണ്ട, എനിക്കറിയില്ല കേട്ടോ എന്തിനാണ് ആലോചിക്കേണ്ടത്, അറിയില്ല, അറിയാത്തത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇത് രണ്ടും ഓർത്തു വെക്കണം. എലിപ്പനി നമുക്ക് നോക്കാം ഏതിനെയാണ് ബാധിക്കുന്നതെന്ന്, ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇതൊക്കെ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. ഇനി അടുത്തത് ഒരു രോഗകാരിയാണ്. ഇപ്പൊ വൈറസ് മൂലം ഉണ്ടാകുന്ന 2 രോഗങ്ങളെ പരിചയപ്പെട്ടു. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള പാഠഭാഗങ്ങൾ നടക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് നോക്കാം. രോഗകാരി ഫംഗസ് ആണ്. ഏതുമായി ബന്ധപ്പെട്ടത്? അടുത്ത രോഗവുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ വൈറസ് മൂലം ഉണ്ടാകുന്നത്, ബാക്ടീരിയ മൂലം ഉണ്ടാകുന്നത്, ഫംഗസ് മൂലം ഉണ്ടാകുന്നത്, ഇതൊക്കെ സൂക്ഷ്മ ജീവികളാണ് അല്ലേ? ഫംഗസ് ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകളാണ് രോഗകാരണമാകുന്നത്. ഫംഗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂണൊക്കെ ഫംഗസ് ആണ് കേട്ടോ. ഓക്കെ, നമ്മുടെ കൂണെന്നൊക്കെ പറയുന്നത് ഫംഗസ് ആണ്. പൂപ്പലുകൾ ഒക്കെ ഫംഗസ് ആണ്. ഫംഗസ് എന്ന ഒരു സസ്യമല്ല കേട്ടോ. കൂണ് സസ്യമല്ല, കൂണ് ഫംഗസ് ആണ്. എന്താണ് സസ്യവും ഫംഗസും തമ്മിലുള്ള വ്യത്യാസം പിന്നീട് നമുക്ക് പറയാം. അത് പറയാൻ നിന്നാൽ നമുക്ക് വട്ടച്ചൊറി, തൊലിയിൽ വട്ടത്തിലുള്ള ചുവന്ന തിണർപ്പുകൾ സ്പർശത്തിലൂടെയും സമ്പർക്കത്തിലൂടെയുമാണ് പകരുക. അത്ലറ്റ്സ് ഫുട്ട്, കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാകുന്ന ചുവന്ന ശൽക്കങ്ങൾ. കാലിൻ്റെ വിരലുകൾക്കിടയിൽ പാദങ്ങളിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന ചുവന്ന ശൽക്കങ്ങൾ മലിനജലവും മണ്ണുമായുള്ള സമ്പർക്കത്തിലൂടെ പകരും. മലിനജലത്തിലൂടെ മണ്ണുമായുള്ള സമ്പർക്കത്തിലൂടെയും പകരും അത്ലറ്റ്സ് ഫുട്ട്. മറ്റത് വട്ടച്ചൊറി. ഓക്കെ, ഇനി അടുത്തതാണ് പ്രോട്ടോസോവ. മറ്റൊന്നാണ് ഫംഗസ് കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് പ്രോട്ടോസോവയാണ്. ഏകകോശ യൂക്കാരിയോട്ടുകളാണ്. ഓർത്തു വയ്ക്കുക, പ്രോട്ടോസോവ എന്ന് പറയുന്നത് ഏകകോശ യൂക്കാരിയോട്ടുകളാണ്. മലമ്പനിക്ക് കാരണമായ പ്ലാസ്മോഡിയം പ്രോട്ടോസോവയ്ക്ക് ഉദാഹരണമാണ്. അത് രോഗപകർച്ച എന്ന് പറഞ്ഞാൽ അനോഫിലിസ് പെൺകൊതുകുകളിലൂടെയാണ്. മലമ്പനി പകരുന്നത് ആരാ പകർത്തുന്നത്? അനോഫിലിസ് പെൺകൊതുകുകൾ. വിറയലോടുകൂടിയ പനി, അമിത വിയർപ്പ്, കൂടാതെ തലവേദനയും ഛർദിയും വയറിളക്കവും വിളർച്ചയും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അത് ഓർത്തു വെച്ചല്ലോ. ഇനി ഫിലേറിയൽ വിര. ഫിലേറിയൽ വിര എന്ന് പറയുന്നത് മറ്റൊരു വിഭാഗം. മന്ത് ഉണ്ടാക്കുന്നത് ഫിലേറിയൽ വിരയാണ്. മറ്റത് അനോഫിലിസ് പെൺകൊതുകുകളിലൂടെയാണെങ്കിൽ ഇത് ക്യൂലെക്സ് കൊതുകുകളിലൂടെയാണ്. ലിംഫ് വാഹികളിൽ വിരകൾ തങ്ങി ലിംഫിന്റെ പ്രവാഹം തടസ്സപ്പെടുത്തുന്നത് മൂലമാണ് എന്ത് ചെയ്യുന്നത്? ഇതുണ്ടാവുന്നത് ലിംഫ് വാഹികളെയാണ് അത് ബാധിക്കുന്നത്. അപ്പം പകർച്ചവ്യാധികളെ കുറിച്ചുള്ള പൊതുവായ വിവരങ്ങൾ ഇനി ഉണ്ട് കേട്ടോ. ജീവിതശൈലി രോഗങ്ങളും പല രോഗങ്ങളും ഉണ്ട് അതിലടുത്ത ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. എങ്കിൽ പോലും നമ്മളൊരു 25% അതിലെ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന് ആലോചിക്കുക. അത്രയേ ഉള്ളൂ. പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികളെയാണ് പൊതുവെ രോഗാണുക്കൾ എന്ന് വിളിക്കുന്നത്. രോഗാണുക്കൾ ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ തുടങ്ങിയ വിവിധ തരത്തിലുണ്ട്. നോക്കുക, ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ ഇവർ ഓരോരുത്തരും ഉണ്ടാക്കുന്ന രോഗത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു വെച്ചല്ലോ. ഈ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചു പെരുകും, കോശങ്ങൾക്ക് നാശം വരുത്തും. ഇത് രോഗലക്ഷണങ്ങൾക്ക് കാരണമാകും. ഇത് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് പെരുകുന്നു, നമ്മുടെ കോശങ്ങൾക്ക് നാശം വരുത്തും. കോശങ്ങൾക്ക് നാശം വരുത്തുന്നത് വിവിധ രീതിയിലാണ്. വൈറസ് നേരെ കോശത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടാണ്. ബാക്ടീരിയ വിഭജിച്ചിട്ടാണ്. വൈറസ് മാത്രമാണ് അങ്ങനെ കോശത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഓരോ ശരീരഭാഗങ്ങളെയാണ് ഇത് ബാധിക്കുന്നത്. ഓക്കെ, ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗാണു. ജലത്തിലൂടെ പകരുന്ന രോഗമാണ് ജലജന്യ രോഗങ്ങൾ. ഇപ്പൊ ജലജന്യ രോഗമായി കണ്ടു. ഇവിടെ വിബ്രിയോ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. വിബ്രിയോ കോളറ എന്ന് മുഴുവൻ പേരുണ്ട്. അവിടെ വിബ്രിയോ എന്ന് മാത്രമേ തന്നുള്ളൂ. അപ്പൊ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ നിങ്ങൾ വിശദമായി കുറച്ചെണ്ണം കൂടിയും പഠിക്കണം. നമുക്ക് പിന്നീടുള്ള ക്ലാസ്സിലാവാം.
ഇപ്പം നമ്മൾ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, അത് വിബ്രിയോ കോളറ ഉണ്ട്, അതുപോലെ തന്നെ ക്ഷയം മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് നമ്മുടെ പാഠഭാഗത്തിൽ വന്നിട്ടുണ്ട്. കുഷ്ഠം ഓർത്തു വയ്ക്കുക, മൈക്രോ ബാക്ടീരിയം ലെപ്രയാണ്. ഇപ്പോൾ ക്ഷയവും കുഷ്ഠവുമാവുമ്പോൾ ആ മൈക്രോ ബാക്ടീരിയമാണ് ഒരു ഭാഗത്ത് ട്യൂബർകുലോസിസ്, മറ്റൊരു ഭാഗത്ത് ലെപ്രെ. ടെറ്റനസ്, ക്ലോസ്ട്രിഡിയം ടെറ്റനി, അതിൽ ക്ലോസ്ട്രിഡിയം എന്ന് തന്നെ ഓർക്കണം. ഡിഫ്തീരിയ, കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ. കോഡുണ്ടാക്കി പഠിക്കുക, എങ്ങനെ കോഡുണ്ടാക്കി പഠിക്കണമെന്ന് ഗ്രാമങ്ങൾ സവിശേഷതകൾ എന്നുള്ള നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിലുണ്ട്, അത് കണ്ടാൽ മതി. ഇതൊക്കെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. കോഡുകൾ ഉണ്ടാക്കിയും ആവർത്തിച്ചും വളരെ രസകരമായി പഠിക്കാം. അതിനുള്ള വഴി ഞാൻ അവിടെ പറയുന്നുണ്ട്. വില്ലൻ ചുമ, ബോർഡറ്റല്ല പെർട്ടൂസിസ്, പ്ലേഗ്, എർസീനിയ പെസ്റ്റിസ്, എലിപ്പനി, ലെപ്റ്റോസ്പൈറ ഇക്ടോഹെമറേജിയ. അപ്പോൾ ഇവിടെ നോക്കൂ, എലിപ്പനി നമുക്കൊന്ന് പഠിക്കണം എന്ന് വിചാരിക്കുക. എലിപ്പനി അല്ല, എല്ലാതും പഠിക്കണം. ഞാനൊരു ഉദാഹരണം പറയുന്നു. എലിപ്പനി, നിങ്ങൾ എലിപ്പനിയുമായി ബന്ധപ്പെട്ട് ഇവിടെ എലിയുണ്ട്. ഇനി ഇവിടെ എന്താ? ലെപ്റ്റോസ്പൈറ ഇക്ടോഹെമറേജിയ. ഇതിലേതെങ്കിലും ചില വാക്കുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? നിങ്ങൾ മുറിച്ചു നോക്കിയാൽ മതി. ലെപ്റ്റോ സ്പൈറ ഇക്ടോ ഹെമറേജ്. ഇതിൽ ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾക്ക് പരിചയമുണ്ട് വിചാരിക്കുക. ഏതെങ്കിലും ഒരു വാക്ക് കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പോൾ വീണ്ടും നോക്കുക. ലെപ്റ്റോ, ലെഫ്റ്റ്. ലെപ്റ്റോ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ആയില്ലേ? ഇനി സ്പൈറ, അപ്പോൾ ലെഫ്റ്റ് സ്പൈ എന്ന് പറഞ്ഞാൽ ചാരൻ. അറിയാത്തവരല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒന്നുമായിട്ട് മാറ്റിയതിനെ. ഇനി ഇക്ടോ, ലെഫ്റ്റ് സ്പൈ, ഇഷ്ടപ്പെട്ടു. ഇക്ടോ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. ഹെമറേജിയ, ഇഷ്ടപ്പെട്ടു, പക്ഷേ ആ ഇഷ്ടപ്പെട്ട ആളെ ഹാമർ കൊണ്ട് അടിച്ചു കൊന്നു. ലെഫ്റ്റിലൊരു സ്പൈ ഉണ്ടായിരുന്നു, ഒരു ചാരൻ. അതിനെ റൈറ്റിലുള്ള ആൾ ഇഷ്ടപ്പെട്ടു. ലെഫ്റ്റും റൈറ്റും രാഷ്ട്രീയമായിട്ടൊന്നും ചിന്തിക്കണ്ടേ. നിങ്ങൾ നിങ്ങളുടെ ലെഫ്റ്റും റൈറ്റുള്ള ഒരാളിനെ ആലോചിച്ചാൽ. അപ്പോൾ അയാളിനെ ഹാമർ കൊണ്ട് അടിച്ചു. കാരണം എന്താ? ആ ആൾക്ക്, തൻ്റെ ആൾക്ക് എലിപ്പനി വന്നു, തൻ്റെ എലിക്ക് പകരണ്ട എന്ന് വിചാരിച്ചു. ഇങ്ങനെ ഒരസംബന്ധമായ എന്നാൽ കൗതുകമുണർത്തുന്ന ഒരു കഥ ഓർത്ത് വയ്ക്കുക. അത് മനസ്സിൽ കാണുകയും ചെയ്യുക, പിന്നെ മറക്കില്ല. അപ്പം നമ്മൾ ലെഫ്റ്റിൽ നമ്മളൊരാളെ കാണുകയാണ്. നമ്മൾ ആകെ എലികളുള്ള ഒരു സ്ഥലത്താണ് വസിക്കുന്നത്. നിങ്ങളുടെ സുഹൃത്തും ലെഫ്റ്റിലുള്ള ഒരു സ്പൈനെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, എന്നിട്ടോ അയാൾക്ക് എലിപ്പനി വന്നപ്പോൾ ബാക്കിയുള്ളവർക്ക് പകരണ്ടെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ എലിയെ ഹാമർ കൊണ്ട് അടിച്ചു കൊന്നു. അങ്ങനെ ആലോചിച്ചാലും മതി. ഇനി നിങ്ങൾക്ക് അതിന് വിഷമമുണ്ടെങ്കിൽ എലിയെ, അപ്പം എലികൾ ഇങ്ങനെ പെരുകി നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ കാണണം. ആ എലികൾ പെരുകുന്നതിന് മുന്നിൽ ഒരാളുടെ കഴുത്തിൽ ലെഫ്റ്റ് എന്നും ഒരാളുടെ കഴുത്തിൽ റൈറ്റ് എന്നും എഴുതിയിട്ടുണ്ട്. റൈറ്റിലുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്തത്? അല്ല, ലെഫ്റ്റിലുള്ള സ്പൈനാണ് വന്നത്. റൈറ്റിലുള്ള ആളാണ് ഹാമർ കൊണ്ട് എലീനെ ഇങ്ങനെ അടിച്ചു കൊല്ലുന്നത്. കണ്ട, എലിപ്പനി ഇനി മറക്കില്ല. നിങ്ങളുടെ മനസ്സ് കാണണം അത്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കഥ ഉണ്ടാക്കുക. ഗൊണോറിയ, നിസേറിയ ഗൊണോറിയ, സിഫിലിസ്, ട്രിപ്പോനിമ പലീഡിയം, ആന്ത്രാക്സ്, ബാസിലസ് ആന്ത്രാക്സ്. ഓക്കെ, ആന്ത്രാസിസ്, തൊണ്ടകാറൽ, സ്പെക്ട്രോകോക്കസ്, ഭക്ഷ്യവിഷബാധ, സാൽമൊണല്ല ഉണ്ട്, സ്റ്റെഫലോകോക്കസ് ഉണ്ട്, ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം ഉണ്ട്. ഇതൊന്നും പഠിക്കാൻ ഞാൻ ഇത് മാത്രമല്ല 5ഓളം വിദ്യകൾ പറയുന്നുണ്ട്. ഈ 5 വിദ്യകൾ ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ്? പുതിയ തരത്തിലുള്ള ലോകാരോഗ്യ സംഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു. ലോകാരോഗ്യ സംഘടന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് രോഗത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്? എംപോക്സിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇപ്പൊ ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ്? അത് ഡെങ്കി വൈറസിനെതിരെ ഉള്ളതാണ്. ടാക് 003ക്ക് മുൻകൂർ ആയിട്ട് എന്തെന്നെ കൊടുത്തിരുന്നു? അനുമതി തന്നെ കൊടുത്തിരുന്നു. ഇപ്പോൾ അത് സ്ഥിരമായിട്ടുണ്ട്. അതാണ് ടാക് 003 ഡെങ്കിപ്പനിക്കുള്ള വാക്സിനാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി വ്യാധികൾ പടരാതിരിക്കാം എന്നുള്ള 5ാം ക്ലാസ്സിലെ പാഠത്തിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. കുറഞ്ഞ കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അപ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ. ഓർത്തു വയ്ക്കുക. എന്താ പകർച്ചവ്യാധി? ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗമാണ് പകർച്ചവ്യാധികൾ. മഹാമാരികളോ? പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ മഹാമാരി, പാൻഡമിക് എന്ന് പറയുന്നു. മറ്റത് കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്. ഇത് പാൻഡമിക് ആയി ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്കോ അല്ലെങ്കിൽ ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്കോ പടരുമ്പോൾ. ഓക്കെ,
നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ് വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19. ഓക്കെ, ഇതിൽ വസൂരിയും പ്ലേഗും COVID-19 എന്ത് രോഗമാണ്? ജന്തുജന്യ രോഗങ്ങളാണ്. നമുക്ക് തിരിച്ചു വരാം കേട്ടോ. അധിക മഹാമാരികളും ജന്തുജന്യ രോഗങ്ങളാണെന്ന് തിരിച്ചറിയുക. ഓക്കെ, അപ്പോൾ വസൂരി, പ്ലേഗ്, COVID-19 ഒക്കെ തന്നെ എന്ത് രോഗങ്ങളായിരുന്നു? ജന്തുജന്യ രോഗങ്ങളായിരുന്നു. രോഗകാരികൾ ഏതൊക്കെയാണ്? കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയയും വൈറസും ഫംഗസും അല്ലേ, അതുപോലെ തന്നെ പ്രോട്ടോസോവകളൊക്കെയാണ് മികച്ച പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. പക്ഷെ പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത് ബാക്ടീരിയയും വൈറസും ഫംഗസുമാണ്. ഇപ്പൊ ബാക്ടീരിയ വൈറസിനെയൊക്കെ കണ്ടില്ലേ നിങ്ങൾ? രണ്ടെണ്ണത്തിന്റെ വ്യത്യാസം നോക്കൂ. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ആ എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ലട്ട, അതും കൂടി ഓർക്കണം. നമ്മുടെ ശരീരത്തിൽ തുലിപ്പുറത്തെല്ലാം ഉപകാരികളായിട്ടുള്ള ഒട്ടനേകം ബാക്ടീരിയകളുണ്ട്. ഇപ്പൊ നമ്മുടെ ആഹാരത്തിന്, ദഹനത്തിന്, ആഗിരണത്തിനൊക്കെ അവ സഹായിക്കുന്നുണ്ട്. ആഹാരത്തിൽ എന്താണ്? ദഹനത്തിനും ആഗിരണത്തിനും. സൂക്ഷ്മജീവികൾ നമുക്ക് ഇപ്പോൾ ദോശമാവ് പുളിപ്പിക്കുന്നത്, മോര് പൊളിപ്പിക്കുന്നതൊക്കെ ബാക്ടീരിയകളാണ്. ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെയാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്. വിഘാടകർ കൂടിയാണ്. മണ്ണിൽ ഈ ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് ചേർക്കുന്നത് ബാക്ടീരിയകളും അതുപോലെ തന്നെ എന്താണ്? ഫംഗസുകളും ഒക്കെയാണ്. സൂക്ഷ്മജീവികൾ ഉപകാരികളാകുന്ന സന്ദർഭങ്ങൾ ഏതാണെന്നൊന്ന് ഓർത്തു വെച്ചോളുണ്ടു, മറന്നു പോകണ്ട. അതുപോലെ തന്നെ അന്തരീക്ഷത്തിലെ നൈട്രജനെ മണ്ണിലേക്ക് എടുക്കുന്ന ബാക്ടീരിയകളുമുണ്ട്. അപ്പോൾ അതൊരു ഭാഗമാണ്. അതുപോലെ ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്, അത് ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ ദോശമാവ്, മോരൊക്കെ പുളിപ്പിക്കുന്നത് നമ്മുടെ ആഹാരത്തെ ദഹിപ്പിക്കാനും അതിൻ്റെ ആഗിരണത്തിനുമൊക്കെ സഹായിക്കുന്ന ഒട്ടനവധി ബാക്ടീരിയകൾ നമ്മുടെ ചുറ്റുപാടിലുമുണ്ട്. ബാക്ടീരിയകൾ അല്ലെങ്കിൽ സൂക്ഷ്മജീവികൾ ഗുണപരമാകുന്ന സന്ദർഭങ്ങൾ കൂടി ഓർക്കുക, പരീക്ഷയ്ക്ക് വരാം പുസ്തകത്തിൽ പറഞ്ഞതുകൊണ്ട്. 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏതാത്? മലപ്പുറം. എംപോക്സ് സ്ഥിരീകരിച്ചത് ആദ്യമായി മലപ്പുറത്താണ് അല്ലേ? പിന്നീട് വീണ്ടും ഒരാൾ അഡ്മിറ്റായി. നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം കൊടുത്ത പദ്ധതി. അപ്പൊ നമുക്ക് എന്താ മനസ്സിലായത്? രോഗകാരികളിൽ നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം. കേരളത്തിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട മഹാമാരികൾ, അത് വന്ന ജില്ല, അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ലോകബാങ്കുമായി നടത്തുന്ന മഹാമാരികളുമായി കണ്ടെത്തുന്ന വാക്സിനുകൾ, അപൂർവം ഇതുവരെ വാക്സിൻ കണ്ടുപിടിക്കാത്തതിന് വാക്സിൻ കണ്ടെത്തുമ്പോഴോ അതല്ലെങ്കിൽ ഏതെങ്കിലും ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോഴോ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഇനി മറ്റൊന്നാണ് സർക്കാർ പദ്ധതികൾ, ആരോഗ്യ പദ്ധതികൾ, അത് ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം കൊടുത്ത പദ്ധതിയാണ് ശലഭം. നവജാത ശിശുവാണ് ജനന വൈകല്യം കണ്ടുപിടിക്കുന്നതിനുള്ള, ജനന വൈകല്യമല്ല, സമഗ്ര പരിശോധനയാണ് യഥാർത്ഥത്തിൽ ശലഭം എന്ന് പറയുന്നത്. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപീകരിച്ച നൂതന പദ്ധതി, ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതി അമൃതം ആരോഗ്യം. HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സംവിധാനം ജ്യോതിസ്. 3 പദ്ധതികളാണ് രോഗങ്ങളും രോഗകാരികളും എന്നുള്ള ഭാഗത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പരീക്ഷയ്ക്ക് ചോദിച്ചത്. 3 പദ്ധതികൾ. അതുകൊണ്ട് പദ്ധതികളെ കുറിച്ച് നമുക്ക് അറിയണ്ടേ? ഹെവി ഷുഗർ ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വിദേശിപ്പിച്ച തദ്ദേശീയ വാക്സിൻ ഓർത്തുകൊള്ളൂ, ഹെവി ഷുഗർ ആണ്. ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിൻ ഏതാണ്? ഹെവി ഷുഗർ. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി തൂവാല വിപ്ലവം. വായുവിലൂടെ പകരുന്നത്, തൂവാല കൊണ്ട് മൂക്ക് കെട്ടുക, അല്ലെങ്കിൽ നമ്മളെ എന്ത് ഉപയോഗിക്കുക? മാസ്ക് ഉപയോഗിക്കുക. ഹീമോഫീലിയ, തലാസീമിയ, സിക്കിൾ സെൽ അനീമിയ എന്നിവയുടെ ചികിത്സയ്ക്കായി ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ആശാധാര. എന്താണ് അതിൻ്റെ പേര്? ആശാധാര. ഏതൊക്കെയാ? ഹീമോഫീലിയ, തലാസിമിയ, സിക്കിൾ സെൽ. 18 വയസ്സിന് താഴെയുള്ള ഹൃദ്രോഗമുള്ള കുട്ടികളെ സഹായിക്കുന്നതിന് കേരള സർക്കാർ പദ്ധതി ഹൃദ്യം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്, ഹൃദ്രോഗമുള്ള കുട്ടികളാണ് ഹൃദ്യം. നവജാത ശിശുക്കൾ മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് പദ്ധതിയിലൂടെ ചികിത്സ ലഭ്യമാകുന്നത്. ഓട്ടിസം ബാധിച്ച കുട്ടികളെ പരിചരിക്കുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്പെക്ട്രം. ഓട്ടിസം ബാധിച്ച കുട്ടികളെ പരിചരിക്കുന്നതിന് വേണ്ടിയിട്ട് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സ്പെക്ട്രം. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച്
സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ പദ്ധതി സശ്രദ്ധം. സശ്രദ്ധം ഹയർ സെക്കൻഡറിക്കാർക്കാണ്. ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സശ്രദ്ധം. രോഗാവസ്ഥ കാരണം ഗൃഹാധിഷ്ഠിത പഠനം നടത്തുന്ന, വീട്ടിൽ നിന്ന് പഠിക്കുന്ന ഭിന്നശേഷി കുട്ടികൾക്കായി ഭിന്നശേഷി സൗഹൃദ പഠനമുറി ഒരുക്കുന്ന പദ്ധതിയാണ് സ്പേസ്, സ്പെഷ്യൽ പ്ലാറ്റ്ഫോം ടു അച്ചീവ് ക്ലാസ് റൂം എക്സ്പീരിയൻസ് ഫോർ ബെഡ് റിഡൻ ചിൽഡ്രൻ. ഉണ്ട്. അതായത് കിടപ്പ് രോഗികളായ കുട്ടികൾക്ക് യഥാർത്ഥ ക്ലാസ് റൂമിൻ്റെ ഒരു എന്താ പറയുക ഫീലിംഗ് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ പദ്ധതിയാണ് സ്പേസ്. മറ്റൊന്നാണ് ശ്രുതി തരംഗം. ശ്രുതി തരംഗം എന്ന് പറഞ്ഞാൽ ശ്രവണവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ശ്രവണ പരിമിതിയുള്ള 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ കോക്ലിയർ ഇംപ്ലാന്റ്, കോക്ലിയർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താനുള്ള പദ്ധതിയാണ് ശ്രുതി തരംഗം. 6 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളിലെ കാഴ്ച പരിമിതി കണ്ടെത്തി ചികിത്സ നടത്താനുള്ള പദ്ധതിയാണ് മിഴി. സംസ്ഥാനത്തെ കുടിയേറ്റ തൊഴിലാളികൾക്കായുള്ള കേരള സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആവാസ് ആണ്. ആവാസ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് കുടിയേറ്റ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കൾക്കുള്ള സമഗ്ര ആരോഗ്യ പരിശോധനാ പദ്ധതി. ചോദിച്ചത് ശലഭം. വാർദ്ധക്യ സഹജമായ ജീവിതശൈലി രോഗങ്ങളെയും ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങളെയും നേരിടാൻ ലോക ബാങ്ക് സഹായത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. ഏതൊക്കെയാ? വാർദ്ധക്യ സഹജമായ ജീവിതശൈലി രോഗങ്ങളെയും ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങളെയും നേരിടാൻ ലോക ബാങ്ക് സഹായത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. സംസാര ശ്രവണ പരിമിതരുമായി ആശയവിനിമയം നടത്താൻ വിദ്യാർത്ഥികൾക്കായി തൃശൂർ ജില്ലാ ഭരണകൂടം നടപ്പിലാക്കുന്ന ആംഗ്യഭാഷാ സാക്ഷരതാ പദ്ധതി. ആംഗ്യഭാഷാ സാക്ഷരതാ പദ്ധതിയാണ് കൈമൊഴി. കൈകൊണ്ടല്ലേ ഒരു അധികവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സംസാര ശ്രവണ പരിമിതിയുള്ളവർക്കായിട്ടാണ്, ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ടാണ് തൃശൂർ ജില്ലാ ഭരണകൂടം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആംഗ്യഭാഷാ സാക്ഷരതാ പദ്ധതി കൈമൊഴി എന്ന് പറയുന്നത്. സസ്നേഹം തൃശൂർ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൈമൊഴി പദ്ധതി നടപ്പാക്കുന്നത്. നിപ്പ പ്രതിരോധത്തിനായി വൺ ഹെൽത്ത് പദ്ധതിക്ക് കീഴിൽ, വൺ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എല്ലാ രോഗങ്ങളെയും അതിനൊക്കെയുള്ള ഒരൊറ്റ സമീപനം. ആ വൺ ഹെൽത്ത് പദ്ധതിക്ക് കീഴിൽ വിവിധ വകുപ്പുകളെ സംയോജിപ്പിച്ച് ഗവേഷണ പൊതുജനാരോഗ്യ സംരക്ഷണ പദ്ധതി കേന്ദ്രം ആരംഭിച്ചത് കാസ്. ദേശീയ ആയുഷ് മിഷൻ, ഭാരതീയ ചികിത്സാ വകുപ്പിലൂടെ നടപ്പിലാക്കുന്ന ദൃഷ്ടി പദ്ധതി ഗ്ലോക്കോമ രോഗവുമായി ബന്ധപ്പെട്ടതാണ്. ഓർത്തിരിക്കുക. ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയ രക്തജന്യ രോഗങ്ങളുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആശാധാര. രക്തജന്യ രോഗങ്ങൾക്കുള്ളതാണ് ആശാധാര. ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മുഴുവൻ സമയ പരിചരണം ആവശ്യമുള്ള രോഗികളെ പരിചരിക്കുന്നവർക്ക് മാസം തോറും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. 12 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വളർച്ചാ പ്രശ്നങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി ആയുർവേദ ചികിത്സാ വിധികളിലൂടെ പരിഹരിക്കുന്നതിന് ലക്ഷ്യമിട്ട് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്നേഹധാര. മറ്റു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി KASP. ദരിദ്ര കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായി കൊടുക്കുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് കാസ്പ് എന്ന് പറയുന്നത്. രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും അടിയന്തര ഘട്ടങ്ങളിൽ രക്തദാനം നടത്തുന്നതിനുമുള്ള കേരള പോലീസ് പദ്ധതിയാണ് പൊൽ ബ്ലഡ്. എന്താണ് അതിൻ്റെ പേര്? പൊൽ ബ്ലഡ്. കേരള സർക്കാരിൻ്റെ ടെലിമെഡിസിൻ പദ്ധതിയാണ് ഇ സഞ്ജീവനി. അടുത്ത ചോദ്യം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലമേത്? പൂനെയിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്നത്. അതേസമയം ഓർത്തിരിക്കുക, കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി. ഓക്കെ, നിപ്പ വന്നപ്പോൾ 2018 നിപ്പ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാക്കിയതാണ്. ഓക്കെ, ഇത് കേരള ബയോടെക്നോളജി കമ്മീഷൻ മുഖേനയാണ് നിയമിച്ചത്. പക്ഷേ അതിൽ ഓർത്ത് വെക്കേണ്ടത് IAV ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്, തോന്നക്കലിലാണ്, അവിടുത്തെ സയൻസ് പാർക്കിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ തോന്നക്കലിൽ സയൻസ് പാർക്കിലാണ്. താഴെ പറയുന്നവയിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? ആരാ? JP നഡ്ഡയാണ്. ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം
എവിടെയാണ്? വുഹാനാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് എടുത്തതാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമുക്കിത് കവർ ചെയ്യാം. കോവിഡുമായി ബന്ധപ്പെട്ട് നന്നായി നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. വീണ്ടും ചോദിച്ചിട്ടുണ്ട് എന്നർത്ഥം. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത്. ഇത് നമുക്കറിയാം, പ്രമേഹം ജീവിതശൈലി കൊണ്ടാണ്. അതുപോലെ തന്നെ രക്താതിമർദ്ദം എന്തുകൊണ്ടാണ്? ജീവിതശൈലി കൊണ്ടാണ്. പക്ഷാഘാതം ജീവിതശൈലി കൊണ്ടാണ്. ടൈഫോയിഡ് ആണ് അല്ലാത്തത്. ഏതെല്ലാമാണ് ജീവിതശൈലി രോഗങ്ങൾ? ഏതെല്ലാമാണ്? എന്തൊക്കെയാണ് ജീവിതശൈലി രോഗം ഉണ്ടാവാനുള്ള കാരണം? അനാരോഗ്യകരമായ ജീവിത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണശീലത്തിലുള്ള മാറ്റം, വ്യായാമമില്ലായ്മ, മാനസിക സംഘർഷം, ഉറക്കക്കുറവ്, പുകവലി, മദ്യപാനം, മയക്കുമരുന്ന്. ഇപ്പോൾ പ്രമേഹം എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ്റെ കുറവോ അതിൻ്റെ പ്രവർത്തന വൈകല്യമോ. ഫാറ്റി ലിവർ, കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത്. പക്ഷാഘാതം, മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നതോ രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്നതോ. അപ്പം പക്ഷാഘാതം എന്ന് പറഞ്ഞാൽ രക്തത്തിലെ കുഴലുകൾ പൊട്ടുന്നതാണ്, അല്ലെങ്കിൽ രക്തത്തിലെ പ്രവാഹം തടസ്സപ്പെടുത്തുന്നതാണ്. ഫാറ്റി ലിവർ, കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതാണ്. പ്രമേഹം, ഇൻസുലിൻ്റെ കുറവോ അതിൻ്റെ പ്രവർത്തന വൈകല്യമോ ആണ്. ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ്. അതുപോലെ തന്നെ അമിത രക്തസമ്മർദ്ദം, കൊഴുപ്പടിഞ്ഞ് ധമനി വിന്യാസം കുറയുന്നതാണ്. ഹൃദയാഘാതം, കൊറോണറി ധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞ് ഹൃദയപേശികളുടെ രക്തപ്രവാഹം തടയപ്പെടുന്നതാണ്. പുകവലി മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? ഓക്കെ, നാഡീവ്യവസ്ഥയെ ബാധിച്ച് പക്ഷാഘാതം, നിക്കോട്ടിനോട് വിധേയത്വം. ശ്വസന വ്യവസ്ഥയെ ബാധിക്കും ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫിസീമ. ഏതൊക്കെയാ? ശ്വാസകോശവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എന്തൊക്കെയുണ്ട്? ശ്വാസകോശ ക്യാൻസർ ഉണ്ട്, ബ്രോങ്കൈറ്റിസ് ഉണ്ട്, എംഫിസീമ ഉണ്ട്. രക്തപര്യന വ്യവസ്ഥയെ ബാധിച്ച് ഉയർന്ന രക്തസമ്മർദ്ദം, ധമനിയുടെ ഇലാസ്തികത നഷ്ടപ്പെടൽ, ഹൃദയത്തിന്റെ പ്രവർത്തനക്ഷമത കുറയൽ. ഇതൊക്കെ തന്നെ ഇതിന് കാരണമാണ്. അടുത്ത ചോദ്യം, സ്ഥാനാർബുദം കണ്ടുപിടിക്കുന്നതിന് ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ് ഏതാണ് എന്നുള്ളതാണ്. മാമോഗ്രാം ആണ് സ്ഥാനാർബുദം കണ്ടുപിടിക്കുന്നതിന് ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ്. ഏതൊക്കെയാണ് അങ്ങനെയുള്ള ടെസ്റ്റുകൾ? ബിലിറൂബിൻ ടെസ്റ്റ് മഞ്ഞപ്പിത്തം കണ്ടുപിടിക്കുന്നതിനാണ്. വാസർമാൻ ടെസ്റ്റ് സിഫിലിസ് കണ്ടുപിടിക്കുന്നതിനാണ്. VDRL ടെസ്റ്റ് അതും സിഫിലിസിനാണ്. അപ്പോൾ സിഫിലിസിന് വാസർമാൻ ടെസ്റ്റുമുണ്ട്, VDRL ടെസ്റ്റുമുണ്ട്. ECGയും EEGയും മാറിപ്പോകണ്ട. ECG എക്കോ കാർഡിയോഗ്രാം ആണ്, ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ടതാണ്. EAG മസ്തിഷ്ക രോഗങ്ങൾ കണ്ടെത്തുന്നതിനാണ്. ആൻജിയോഗ്രാമിനും ഹൃദ്രോഗം കണ്ടെത്തുന്നതിനാണ്. മാമോഗ്രഫി ചോദിച്ചത് അത് സ്ഥാനാർബുദം കണ്ടെത്തുന്നതിനാണ്. പാപ്സ്മിയർ ടെസ്റ്റ് ഗർഭാശയ ക്യാൻസർ കണ്ടെത്തുന്നതിനാണ്. പാപ്സ്മിയർ ടെസ്റ്റ് ബയോപ്സി ക്യാൻസർ കണ്ടെത്തുന്നതിന്. അതുപോലെ തന്നെ ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്തത കണ്ടെത്തുന്നതിനാണ് ഇഷിഹാര ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. റോസ് ബംഗാൾ ടെസ്റ്റ് സിറോഫ്താൽമിയയാണ്. ടൂർണിക്കറ്റ് ടെസ്റ്റ് ഡെങ്കിപ്പനിക്കാണ്. DNA ടെസ്റ്റ് നിങ്ങൾക്കറിയാവും, പൃഥു പരിശോധനയാണ്. ഡോപ്പ് ടെസ്റ്റ് എന്താണ്? ഡോപ്പ് ടെസ്റ്റ് ഉത്തേജക മരുന്ന് കണ്ടുപിടിക്കാനാണ് ഡോപ്പ് ടെസ്റ്റ്. അതുപോലെ തന്നെ പോളിഗ്രാഫ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നുണ പരിശോധനയ്ക്ക് ഉള്ളതാണ്. DNA ടെസ്റ്റോ പിതൃ പരിശോധനയ്ക്ക്. ആരാണ് അച്ഛൻ എന്നൊക്കെ അറിയാം. ഡോട്ട്സ് എന്ന് പറഞ്ഞാൽ ക്ഷയത്തിനുള്ള പദ്ധതിയാണ്. മാൻ ടോക്സ് അതും ക്ഷയത്തിനുള്ളതാണ്. ടൈൻ ടെസ്റ്റ് അതും ക്ഷയത്തിനാണ്. അപ്പോൾ ഡോട്ട്സ്, മാൻടോക്സ്, ടൈൻ ടെസ്റ്റ്. ഹിസ്റ്റാമിൻ ആണ് കുഷ്ഠത്തിനുള്ള ടെസ്റ്റ്. ലെപ്രോമിൻ ടെസ്റ്റ് കുഷ്ഠത്തിനാണ്. പിന്നെ എലിസ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട്, നേവ ടെസ്റ്റ് ഇതൊക്കെ തന്നെ എന്തിനുള്ളതാണ്? ഓർത്തു വയ്ക്കുക, എയ്ഡ്സിന് ഉള്ളതാണ്. മറ്റൊന്നാണ് വൈഡൽ ടെസ്റ്റ്, അത് ടൈഫോയിഡിനാണ്. കിക്ക് ടെസ്റ്റ് ഡിഫ്തീരിയയ്ക്കാണ്. ആ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള മറ്റു ചില ഉപകരണങ്ങൾ കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്നാണ് EEGയുടെ മുഴുവൻ പേര്. ഇലക്ട്രോ എൻസെഫലോഗ്രാം മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്നു. എന്നാൽ തൊട്ടടുത്ത് തന്നെ ECG ഉണ്ട്. ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ്. ഹൃദയവുമായി ബന്ധപ്പെട്ട കാർഡിയോ എന്നുള്ളൊരു വാക്ക് അവിടെ ഉണ്ട്. ഹൃദയപേശിയിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്നു. ഓക്കെ, അൾട്രാസൗണ്ട് സ്കാനർ, അത് അൾട്രാസോണിക് ശബ്ദതരംഗം ഉപയോഗിച്ച് ആന്തരാവയവങ്ങളുടെ ഘടന മനസ്സിലാക്കാനാണ് അൾട്രാസോണിക് എന്തെന്ന് പറയുന്നത്. അൾട്രാസൗണ്ട് സ്കാനർ എന്ന് പറയുന്നത്. ഇനി CT സ്കാൻ, കമ്പ്യൂട്ടർ ടോമോഗ്രഫി, അവിടെ എക്സ്റേയും കമ്പ്യൂട്ടറിൻ്റെയും സഹായത്തോടെ ആന്തരാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കലാണ്. അടുത്തത് MRI സ്കാൻ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് സ്കാൻ. ഓർത്തു വയ്ക്കണം, MRI സ്കാൻ
ആന്തരാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയാണ്. താഴെ പറയുന്നവയിൽ ജന്തുജന്യ രോഗങ്ങൾ അല്ലാത്തത് ജന്തുജന്യ രോഗങ്ങളിൽ എന്ന വിഭാഗത്തിൽ പെടുന്ന രോഗങ്ങൾ നമുക്കറിയാം. നിപ്പ ജന്തുജന്യ രോഗമാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. എംപോക്സ് ജന്തുജന്യ രോഗമാണ്. അതുകൊണ്ട് 1ഉം 2ഉമാണ് ഇവിടുത്തെ, 1ഉം 3ഉമാണ് ഇവിടുത്തെ ജന്തുജന്യ രോഗങ്ങൾ. അതുകൊണ്ട് ആൻസർ സി ആണ് വരിക, 2ഉം 3ഉം. താഴെ പറയുന്നവയിൽ ജന്തുജന്യ രോഗങ്ങൾ എന്നീ വിഭാഗത്തിൽ പെടുന്ന രോഗങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ അത് നിപ്പയും അതുപോലെ തന്നെ എംപോക്സുമാണ് കേട്ടോ. അവിടെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് 1ഉം 3ഉമാണ് ആൻസർ. ഇതാ എ ആണ് ആൻസർ, 1ഉം 3ഉമാണ് ആൻസർ. ഇനി നോക്കൂ ഏതൊക്കെയാ. കോങ്കോ പനി, എബോള, സാർസ്, മെർസ് കൊറോണ, നിപ്പ, സിക്ക, ഹെനിപ്പ, അതുപോലെ തന്നെ കുരങ്ങുപനി, മങ്കി പോക്സ്, അതിൻ്റെ മുഴുവൻ ശരിക്കുള്ള കൈസാനൂർ ഫോറസ്റ്റ് ഡിസീസ്, കൈസാനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നാണ് അതിന് പേര് കൊടുത്തിട്ടുള്ളത്. ചെള്ളുപനി, ലിഷ്മാനിയ രോഗം, കരിമ്പനി എന്ന് പറയും. ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയും ജപ്പാൻ ജ്വരവും ഉടക്കം ജന്തുജന്യ രോഗങ്ങളുടെ പട്ടിക ഇനിയുമുണ്ട്. ഓക്കെ, അപ്പം നമുക്കിനി വീണ്ടും വാട്സപ്പ് ഗ്രൂപ്പിൽ വരൂ. അവിടെ നാളെ മുതൽ പുതിയ സിലബസ് പ്രകാരമുള്ള ഇതന്നെ സിലബസ്, അതായത് ഈ 2 പാഠങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ 4ാമത്തെ പാഠം 10ാം ക്ലാസ്സിലെയും 2ാമത്തെ പാഠം ഈ പാഠത്തിലെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അതും കൂടി കൂട്ടിച്ചേർത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യം, അതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കണോ, ഇതെല്ലാം നിങ്ങൾക്കൊരു ഡെയിലി പ്ലാൻ ആയിട്ട് കിട്ടും ഇനിയുള്ള 5 ദിവസങ്ങളിൽ. അതായിരിക്കും നമ്മുടെ പ്രോഗ്രാം. അതിനോടൊപ്പം തന്നെ LGSനും 10th പ്രിലിംസിനുമുള്ള ഫ്രീ കോഴ്സുകൾ തുടരുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു ആൾ. അപ്പോൾ കണ്ടാൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.